ARM അജയൻ്റെ രണ്ടാം മോഷണം ജിതിൻ ലാൽ സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. ടൊവിനോയുടെ വ്യത്യസ്ത ഗെറ്റപ്പുകളിലുള്ള കഥാപാത്രങ്ങളെ നമുക്ക് അതിൽ കൂടെ കാണാം. ഒരു രണ്ട് കാലഘട്ടത്തിൻ്റെ കഥ പറയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് അത്യാവശ്യം കാശ് മുടക്കി നല്ല രീതിയിൽ വൃത്തിയായിട്ട് ചെയ്തേക്കുന്നൊരു പടമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ട്രെയിലർ കണ്ടിട്ട്. അതിലെ ടൊവിനോയുടെ വ്യത്യസ്ത മാനറിസവും അതിൻ്റെ ഡയലോഗ് ഡെലിവറിയും ഒക്കെ വളരെ മികച്ചതാണ്. അതിൻ്റെ അകത്തെ വിഷ്വൽസൊക്കെ ചെയ്തിരിക്കുന്നത് മനോഹരമായ രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. പലപ്പോഴും അത് രാത്രിയുടെ കാലഘട്ടങ്ങളിൽ ആയിട്ട് ചിത്രീകരിച്ച ഒരു സിനിമയായിട്ടാണ് അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. ഒരു കാലഘട്ടത്തെ മുഴുവൻ വിറപ്പിച്ച അല്ലെങ്കിൽ കാലഘട്ടത്തെ ജയിച്ച കള്ളൻ്റെ കഥ ഒരു ഭാഗമായിട്ടും, അതുപോലെ തന്നെ അതിനുശേഷം രണ്ടാമത് പുള്ളിയുടെ മകനായിട്ട് വേറൊരു ടൊവിനോ വരുന്നു, അതും മറ്റൊരു രീതിയിലുള്ള കഥാപാത്രമായും, പിന്നെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം വീണ്ടും മകനെയും കള്ളനാക്കുന്ന ഒരു രീതിയിൽ, ആ ഒരു രീതിയിലൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറൈസേഷൻ പോയിരിക്കുന്നതെന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത്. വിഷ്വൽസൊക്കെ വളരെ ഗംഭീരമാണ്. നമ്മൾ ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെ വിഷ്വൽസൊക്കെ വളരെ ഗംഭീരമാണ്. മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ ലെസ്റ്റിൻ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന നിർമ്മിക്കുന്ന ചിത്രമാണ് ഈ പറയുന്ന അജയൻ്റെ രണ്ടാം മോഷണം. അപ്പോൾ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് വളരെയധികം പ്രതീക്ഷയുണ്ട്. ഓണത്തിനോടനുബന്ധിച്ച് റിലീസ് എന്ന രീതിയിലാണ് ചിത്രത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു പറച്ചിലൊക്കെ. അപ്പോൾ ഏകദേശം ടൊവിനോയുടെ ഒരു വമ്പൻ തിരിച്ചുവരവല്ല, വമ്പൻ സിനിമയായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ കാലയളവിൽ ഇറങ്ങിയ സിനിമകൾ വളരെയേറെ പ്രതീക്ഷയോടെ ഇറക്കിയ ചില സിനിമകളൊക്കെ പരാജയപ്പെട്ടിരുന്നു. പക്ഷേ അതിനുശേഷം തിരിച്ചു വരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അത് കത്തിക്കേറും തന്നെ വിചാരിക്കാം. നമുക്ക് എന്തായാലും ഒരു ശകലം ഭാഗം ട്രെയിലറിൻ്റെ കുറച്ചൊക്കെ കണ്ടു നോക്കാം. ഏതായാലും അടിപൊളി ഒരു പടമാകുമെന്ന് നമുക്ക് വിചാരിക്കാം. ആദ്യം ഉണ്ടായത്